നമ്മുടെ വെള്ളടിക്കുന്ന് പള്ളിക്കലെ നോമ്പ് തുറയും ലഹരി വിരുദ്ധ ക്ലാസ്സുമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രവാസി കൂട്ടായ്മയാണ് ഈ നോമ്പ് തുറയും ഈ ലഹരി വിരുദ്ധ ക്ലാസ്സും സംഘടിപ്പിച്ചിരിക്കുന്നത്. ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കാൻ വേണ്ടി മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് എക്സൈസ് ഓഫീസർ വിമുക്തി മിഷൻ പാലക്കാട് നിന്ന് അബ്ദുറഹ്മാൻ വാഫി സാറാണ് എത്തിയിരിക്കുന്നത്. നിരന്തരമായിട്ട് കണ്ടു. സൈക്കോളജികൾ പറയുന്നു നമ്മുടെ മക്കളെ ബാധിച്ച രണ്ടാമത്തെ അസുഖത്തെ മൂന്നാമത്തെ അസുഖത്തെ കുറിച്ച് ഞാൻ പറയുന്നു. പോന്നാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ അനുഭവങ്ങൾ റമദാൻ മാസത്തിലുള്ള കൂലി, അതിന്റെ വലുപ്പം, അതിന്റെ വണ്ണവും അതിന്റെ മഹത്വവും ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ വണ്ണം എന്റെ സമുദായം മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ അവര് റമദാൻ മാസം വർഷം മുഴുവനും റമദാൻ മാസമായാൽ വേണ്ടിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്ക് മഹത്വമുണ്ട്. നമ്മൾ ഈ അനുഷ്ഠിക്കുന്ന നോമ്പ് ചിലപ്പോ ചെറുതായിട്ട് ദാഹമുണ്ടാവും. നമ്മൾ വിശ്വസിക്കുന്നത് السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه. ഇദ്ദേഹമാണ് നമ്മുടെ എക്സൈസ് ഓഫീസർ അബ്ദുറഹ്മാൻ വാഫി സാർ. വേദിയിലിരിക്കുന്ന വെള്ളാടിക്കുന്ന് മഹല്ല് ഭാരവാഹികൾ, ഉമ്മറാക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തുള്ളവരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളുടെ സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് സന്തോഷമുള്ള ഒരു സമയമാണ്. ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ നാട് അഭിമുഖീകരിക്കുന്ന വലിയൊരു ഭീഷണിയെ മറികടക്കുന്നതിന്റെ ഭാഗമായി പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൽ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചു. അല്ലാഹു തആല നമ്മുടെ കൂടലും കേൾക്കലും തിരിയലും എല്ലാം സ്വാലിഹായ ഒരു അമലായ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ റമദാൻ മാസം തുടങ്ങിയിട്ട് ഏതാണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നോമ്പ് തുറക്ക് ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളുണ്ട്. നിങ്ങൾക്കറിയാം, റമദാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുണ്ടായ ഒരു സംഭവ വികാസങ്ങൾ നമ്മുടെ നാടിനെ ഞെട്ടിപ്പിച്ച ഒരുപാട് കൊലപാതകങ്ങൾ. അതിനെ തുടർന്നാണ് എല്ലാ പ്രദേശത്തും ജനങ്ങൾക്ക് ഉണർവുണ്ടായി. റമദാൻ മാസമായതുകൊണ്ട് നോമ്പ് തുറയോടനുബന്ധിച്ച് പലയിടത്തും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ മിക്കവാറും ഇടങ്ങളിൽ നമ്മൾ എത്തുമ്പോഴോ ആളുകൾ വരുന്നുണ്ടാവുള്ളൂ, പരിപാടി തുടങ്ങുന്നുണ്ടാവുള്ളൂ. പിന്നെ 5:30 5:45 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാനായി. സത്യം പറഞ്ഞ ഒരു ചടങ്ങായിട്ട് മാത്രം നമ്മുടെ ബോധവൽക്കരണമൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം പലയിടത്തുമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ പറഞ്ഞ സമയത്ത് 4:50 ഏകദേശം നിങ്ങളോടൊപ്പം വന്ന സമയം 4:50 ഞാൻ ഈ ഗൂഗിൾ മാപ്പിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇടുവഴിയാണ് കാണിച്ചത്, അതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ഏതാണ്ട് സമയത്ത് എത്താൻ കഴിഞ്ഞു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് എങ്കിൽ എന്നെ ഒന്ന് സൂചിപ്പിക്കണമെന്ന് പറയണം. കാരണം ഞാൻ വാച്ച് ഉപയോഗിക്കാറില്ല. വിഷയം എന്താണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ്, ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്റെ ആവശ്യമാണ്, എന്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്. ഈ സംസാരിക്കുന്ന വിഷയം എന്റെ മകനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് ബോധ്യമുള്ള എത്ര രക്ഷിതാക്കളില്ല ഈ കൂട്ടത്തിലുണ്ടെന്ന് കൈവയ്ക്കുന്നു. ആണുങ്ങൾ പൊതുവെ കുറവാണ്. ഒരു 10 ആളുകൾ പൊക്കി, ഇനി ആരും പൊക്കണ്ട. MSc അപ്ലൈഡ് സൈക്കോളജി കഴിഞ്ഞ് കൗൺസിലിംഗ് ചെയ്യുന്ന ബാധിക്കുന്ന വിഷയമല്ല, എന്റെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയമല്ല. പിന്നെ ആരുടേതാ? മറ്റുള്ളവരുടെ മക്കളുടെ പ്രശ്നമാണ്, നാട്ടുകാരുടെ മക്കളുടെ പ്രശ്നമാണ്. നോക്കി നിങ്ങൾ, ഇവിടെ ആളുകൾ എത്ര കുറവാ, എത്ര കുടുംബങ്ങളുണ്ട്, എത്ര രക്ഷിതാക്കളുണ്ടാവും, ഏകദേശം എത്ര വീടുകളുണ്ട് മകലിന്? 150 വീടുകൾ അല്ലെ? ആ പുറകിലിരിക്കുന്ന കുറെ കുട്ടികൾ, ഇവരൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഏറി വന്ന ഒരു 10-50 മുതിർന്ന ആളുകളെ ഉള്ളൂ. ശരിയല്ലേ? കുറ്റമൊന്നുമില്ല അതില്.
കുറ്റൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. കാരണം എന്താ പറയുക, ഇത് അവർ കേൾക്കേണ്ട വിഷയമല്ലാണ് എന്ന് ഞാൻ പറയുന്നു. 9 വർഷത്തിലധികമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. നിരന്തരമായിട്ട് കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ വർധന പദ്ധതി വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ സ്കൂളുകളിലൂടെ പോയിട്ട് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികളെ ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എത്രയോ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ പറയുന്നു, 14 വയസ്സുള്ള എന്റെ മൂത്ത മകന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, പേടിയുണ്ട്. എനിക്ക് പേടി. ഈ രക്ഷിതാക്കളെ കൂടെ വരുന്ന എന്റെ മകനെ ഇത് ബാധിക്കില്ല എന്ന് തോന്നൽ കൊണ്ടാണെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. കാരണം എന്തുകൊണ്ടാ, 14 വയസ്സുള്ള എന്റെ മകൻ ആ മകൻ ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ച് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല. അവന്റെ ചുറ്റുപാടുകളെ കുറിച്ച് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അവനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമൂഹത്തിൽ കാക്കിയിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട്, ഈ സമൂഹത്തിന്റെ സ്പന്ദനം അറിയുന്നത് കൊണ്ട് എനിക്ക് എന്റെ മകന്റെ ഭാവിയെ കുറിച്ച് പേടിയുണ്ട്, ആശങ്കയുണ്ട്. ഞാനിവിടെ സംസാരിക്കുന്ന വിഷയം ഈ ഇരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് കാണുമൊന്നുമില്ല. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിന്റെ താഴെയാണെങ്കിൽ അവർ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കുല്ലു മൗലൂദിന് യൂലദുൽ ഫിത്ര, കുട്ടികൾ വെള്ളം പോലെയാണ്. വെള്ളം എങ്ങനെ ഏത് പാത്രത്തിലിരിക്കുന്നു അതേ ശൈലിയിലായിരിക്കും, അതേ രൂപത്തിലായിരിക്കും, അതേ മാതൃകയായിരിക്കും, അല്ലെ? പാത്രത്തിന് തുള വീണ് കഴിഞ്ഞാൽ വെള്ളം ചോർന്നു പോകും. അത് വെള്ളത്തിന്റെ കുഴപ്പമല്ല. പാത്രം ചെരിഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞാലോ വെള്ളം എങ്ങോട്ടാണോ, പ്രതലം എങ്ങോട്ടാണോ താഴ്ചയുള്ളത് അങ്ങോട്ട് വെള്ളം ഒഴുകും. അത് വെള്ളത്തിന്റെ കുഴപ്പമല്ല, അത് വെള്ളത്തിന്റെ പ്രകൃതമാണ്. പ്രതലം നന്നാക്കേണ്ടത് നമ്മളാണ്, പാത്രം ഭദ്രമാക്കേണ്ടത് നമ്മളാണ്. നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. നമ്മളത് ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നത്. ബോധം നഷ്ടപ്പെട്ടു പോയത് മക്കൾക്കല്ല, ബോധവൽക്കരണം ആവശ്യപ്പെടുന്നത് കുട്ടികൾക്കല്ല. കുട്ടികൾക്കൊരു കുഴപ്പമില്ല, തലമുറക്ക് ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. പിന്നെ അവരങ്ങനെ ആക്കിയെടുത്തടത്ത് നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. പക്ഷെ അത് കേൾക്കാൻ ഇവിടെ ഉപ്പമാരെവിടെ ആരും വരില്ല. ഒരു സ്കൂളിൽ PTA യോഗം വിളിച്ചിട്ട് ഇതുപോലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് വിളിച്ചാലോ 3-4 രക്ഷിതാക്കളുടെ മുമ്പിൽ പിന്നെ കുറെ ഉമ്മമാരുണ്ടാവും. അതെനിക്കറിയാം. അവര് വരും, എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട്. അത് അവരുടെ പണിയാണെന്നുള്ളതാണ്, ഞങ്ങളുടെ പണിയല്ല. അതിന്റെയൊക്കെ ദുരന്ത ഫലങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ലഹരി ചർച്ചാ വിഷയമായി മാറിയത് എന്ന് മുതലാണ്? ഈ ഇരിക്കുന്ന കാരണവന്മാർ എന്തെങ്കിലും നിങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു ലഹരി ബോധവൽക്കരണ ക്ലാസ് മഹല്ല് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഏതാണ്ട് 4 വർഷം 5 വർഷമായിട്ടുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് മഹല്ലത്തുകളിൽ പോകാൻ തുടങ്ങിയിട്ട്. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ 8 വർഷം 9 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പള്ളികൾ കേന്ദ്രീകരിച്ച്, മദ്രസകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയിട്ട് 3-4 വർഷമായി. അതിനൊരു കാരണമുണ്ട്. 2020 ആദ്യ കാലഘട്ടത്തിൽ കൊറോണ വന്നപ്പോഴോ, കൊറോണയ്ക്ക് ശേഷം 3 വർഷം കഴിഞ്ഞപ്പോ 2021 കണക്കുകൾ പറയുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന മയക്കുമരുന്ന് കേസുകളിൽ 3 ഇരട്ടി വർധനമുണ്ടായിരുന്നു. 3 ഇരട്ടി വർധനവ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ലഹരി ചർച്ചാ വിഷയമായി കുറച്ചു കാലം പലയിടത്തും ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. അപ്പോഴും വലിയൊരു വിഭാഗം അതിനെ കുറിച്ച് ബോധമുള്ളവരല്ല, ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം, ഞാൻ പല മഹല്ലത്തുകളിലും പോയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. 2021 ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ തുടങ്ങാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഉമ്മമാര് കേട്ടോ. കൊറോണ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? +2 കാരന് സ്കൂളിൽ പോണ്ട, ഡിഗ്രിക്കാരന് കോളേജിൽ പോണ്ട, യുവാക്കൾക്ക് ജോലി ഉണ്ടായിരുന്നില്ല, ജോലിക്ക് പോണ്ട. എവിടെയായിരുന്നു? വീടുകളുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും മുമ്പിൽ വന്നിട്ടില്ല, ഓടിക്കും. പിന്നെ എവിടെയായിരുന്നു? പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, 2 അനുഗ്രഹങ്ങളാണ് ഈ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത്, ബഹുഭൂരിപക്ഷത്തെ നശിപ്പിച്ചു കളഞ്ഞത്. ഒഴിവ് സമയവും ആരോഗ്യവും. 3 വർഷം അങ്ങനെയായിരുന്നു. ഗ്യാങ്ങിസം കൂടി എന്നാ പറഞ്ഞത്. ജോലിക്ക് പോകണല്ലോ, പഠിക്കാൻ പോകണല്ലോ, കുട്ടികൾ ഗ്യാങ് ആയിട്ട് പലയിടത്തും കൂടാൻ തുടങ്ങി. അങ്ങനെ പലയിടത്തും കൂടുമ്പോ സ്വാഭാവികമായിട്ടും ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയത്തെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗങ്ങൾ തുടങ്ങി. പല ഗെയിമുകൾക്കും അഡിക്റ്റായി. നമ്മുടെ വീടുകളിൽ നിന്ന് കുഞ്ഞുമക്കൾ മൊബൈൽ ഫോണിന് അഡിക്റ്റായി. ശരിയല്ലേ? മൊബൈൽ ഫോണിന്റെ ലോകത്തേക്ക് പോയി. മുതിർന്ന ആളുകളോ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ കിട്ടാത്ത ആ ബാല്യകാലത്ത് ജീവിക്കാത്ത ആളുകൾ മദ്യത്തിന് അഡിക്റ്റായി. എങ്ങനെയെന്നറിയോ? 2021 വിഴിഞ്ഞത്ത്
തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിൽ ഒരു കൊലപാതകം നടന്നു. എങ്ങനെ കൊലപാതകം? ഒരു ഒഴുകി കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം, ദുർഗന്ധം പമ്പിച്ചു, ആളുകൾ കൂടി. ലോക്ക്ഡൌൺ സമയമാണ്, അങ്ങനെ കൂടാനും സമ്മതിക്കൂല. അപ്പൊ ആളുകൾ കൂടി, ആളുകൾക്ക് സംശയം തോന്നിട്ട് പോലീസിനെ അറിയിച്ചു. പോലീസ് അവിടെ വന്നു. മണ്ണക്കടയിൽ കിടക്കുന്നുണ്ട്. പോലീസ് കുഴിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഫോറൻസിക് വിഭാഗം വന്നു. കുഴിച്ചു നോക്കുമ്പോ 28 വയസ്സുള്ള ഷഫീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മൃതശരീരം പോലീസ് കണ്ടെത്തി. ആരാ 28 വയസ്സുള്ള ഷഫീഖ്? അവന്റെ മൃതശരീരം കുഴിച്ചെടുത്തതിന്റെ ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയാണ് ഷഫീഖിന്റെ വീട്. 200 മീറ്റർ മാത്രം അകലെ. പ്രഥമ ദൃഷ്ട്യാ ഒരു കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു. പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തി. ഏതാണ്ട് 1 വർഷം പൂർത്തിയാക്കും മുമ്പ് വിഴിഞ്ഞം പോലീസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. എങ്ങനെയാ? ഷഫീഖിന് അവന്റെ മൃതശരീരം കുഴിച്ചെടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കേവലം 2 ദിവസങ്ങൾക്ക് മുമ്പ്, ഷഫീഖിന്റെ ഉമ്മ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. ഷഫീഖിന് ബാപ്പയില്ല, ഉമ്മയും പെങ്ങളുമാണ്. ഉമ്മയും പെങ്ങളും ചെന്ന് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ മകനെ കാണാനില്ലാന്ന്. ആ 28-കാരന്റെ മൃതശരീരമാണ് കുഴിച്ചെടുത്തത്. 1 വർഷം കഴിഞ്ഞപ്പോ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാം. എങ്ങനെ ഷഫീഖ് കൊല ചെയ്യപ്പെട്ടത്? ഷഫീഖിനെ വെട്ടിക്കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി വീടിന്റെ 200 മീറ്റർ മാത്രം അകലെയുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയതാണെന്ന് കുറ്റപത്രം പറയുന്നു. ആരാ ഒന്നാം പ്രതി എന്നറിയോ? 28-കാരനെ ഷഫീഖിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ ഒന്നാം പ്രതി ആരാ? ഷഫീഖിന്റെ ഉമ്മ. ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഷഫീഖിന് മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ഉമ്മ. കൂട്ടുപ്രതി ആരാന്നറിയോ? ഷഫീഖിന്റെ പെങ്ങള്. ലഹരി നമ്മളെ ബാധിച്ചു തുടങ്ങിയത് ഏതാണ്ട് 1 മാസം മുമ്പല്ല. ലഹരി നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയത് കേവലം 1 മാസം മുമ്പല്ല. നമ്മൾ കണ്ണു തുറക്കാൻ തുടങ്ങിയത് വൈകിയത് മാത്രം. അത്രേ ഉള്ളൂ. ഷഫീഖിന്റെ ഉമ്മ. എന്താ കുറ്റപത്രം പറയുന്നത്? ഷഫീഖ് എന്ന 28-കാരനായ ചെറുപ്പക്കാരൻ ലോക്ക്ഡൌൺ സമയമാണ്, ജോലിക്ക് പോകുന്നില്ല. കൂട്ടുകാരോടൊപ്പം ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഗാംഗിസം ഒരുമിച്ചിരുന്നിട്ട് മദ്യപിച്ചു. മദ്യത്തോടൊപ്പം ആദ്യമായിട്ട് കഞ്ചാവ് വലിച്ചു. കഞ്ചാവില് കനാബീസ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോ, ആൽക്കഹോളും കനാബീസും ചേരുമ്പോ മനുഷ്യരുടെ വൈകാരികമായ വർധനം ഉണ്ടാകും. വികാരങ്ങൾ കൂടും, ക്രോധങ്ങൾ കൂടും, പല രീതിയിലുള്ള വികാര ഉണർവുകൾ ഉണ്ടാകും. ഷഫീഖ് എന്ന 28-കാരൻ തന്റെ വീട്ടിലേക്ക് സന്ധ്യ സമയത്ത് കയറി ചെല്ലുന്നു. നല്ല മഴയുണ്ട്. രാത്രി അങ്ങനെ വൈകാൻ തുടങ്ങി. ഷഫീഖിന്റെ വികാരം ഉണർന്നിട്ട് സ്വന്തം പെങ്ങളോട് ലൈംഗികമായ ചേഷ്ടകൾ കാണിച്ചു. സ്വന്തം പെങ്ങളെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇരുട്ടുള്ള രാത്രിയാണ്, മഴയുണ്ട്, വീട്ടിൽ വരാറില്ല. പെങ്ങള് കുറെ സ്വയം പ്രതിരോധം ഏർപ്പെടുത്തി. ഷഫീഖ് അടങ്ങുന്നില്ല. നിവൃത്തികേടുകൊണ്ട് ഷഫീഖിന്റെ പെങ്ങൾ ഉമ്മയോട് പറഞ്ഞു. ഒടുവിൽ ഉമ്മ ഇടപെട്ടിട്ടും ഷഫീഖിനെ അടക്കി നിർത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ വേറെ വഴിയില്ലാഞ്ഞിട്ട് ഉമ്മയും പെങ്ങളും ചേർന്ന് 28-കാരനായ ഷഫീഖ് എന്ന മകനെ വെട്ടിക്കൊലപ്പെടുത്തി. വീടെല്ലാം കഴുകി വൃത്തിയാക്കി. അവന്റെ മൃതശരീരം വീടിന്റെ കേവലം 200 മീറ്റർ മാത്രം അകലെയുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടി എന്ന് കുറ്റപത്രം പറയുന്നു. അപ്പോ കൊലപാതകം ചെയ്യുന്നവർ മാത്രമല്ല ലഹരി അടിമയാകുന്നത്. കൊലപാതകം ഒരു കുടുംബത്തെ നശിപ്പിച്ച് കളയുന്നു. മനുഷ്യരല്ലാതാക്കി മാറ്റുന്നു. കൊലപാതകമാക്കി ഉമ്മയല്ലാതാക്കി മാറ്റുന്നു. ഇനി ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി, എന്താണ് ശരിക്കും നമ്മുടെ നാട്ടിലെ വിഷയം? ലഹരി മാത്രമാണോ? ലഹരി മാത്രമാണോ? ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേരും രക്ഷിതാക്കളോട് വരാതെന്തുകൊണ്ടാ? അയാൾ സംസാരിക്കാൻ പോകുന്നത് കഞ്ചാവിനെ കുറിച്ചാണ്. എനിക്കറിയാം, കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്റെ മകനൊന്നും ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ എന്റെ മകൻ സിഗരറ്റ് വലിച്ചാൽ ഞാൻ നോക്കിക്കോളാം, മദ്യപിക്കില്ല. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കഞ്ചാവിനെ കുറിച്ചോ MDMA കുറിച്ചോ മദ്യത്തെ കുറിച്ചോ ഒന്നുമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. മറിച്ച് ആദ്യമായിട്ട് ഒരു സിഗരറ്റ് വലിക്കുന്ന 8ാം ക്ലാസ്സിലെ നിങ്ങളുടെ ചെറിയ കുഞ്ഞുമോനുണ്ടല്ലോ, ആ കുഞ്ഞുമോൻ സിഗരറ്റ് വലിക്കാൻ ചില കാരണങ്ങളുണ്ട്. 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് MDMA വെച്ചതാണ് നമ്മുടെ നാട്. MDMA 3 വർഷം ഉപയോഗിച്ച മനുഷ്യന് മസ്തിഷ്ക മരണം വരെ സംഭവിക്കുന്ന അതിമാരകമായ കെമിക്കൽ മയക്കുമരുന്ന്. 3 വർഷം ഉപയോഗിച്ചതിന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയ ആൾ ഞാൻ DD ചെന്നിട്ടുണ്ട്. ആ മയക്കുമരുന്ന് 10ാം ക്ലാസ്സുകാരൻ ഉപയോഗിക്കുന്ന നാടാണ്. 10ാം ക്ലാസ്സുകാരൻ. എന്താ കാരണം? എവിടെന്നാ MDMA കിട്ടിയത്? എന്തിനാ ലഹരി ഉപയോഗിച്ചത്? 10ാം ക്ലാസ്സുകാരൻ എന്താ പ്രശ്നം? അത് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചില അശ്രദ്ധകൾ കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആയിപ്പോയത്. നമുക്ക് ബോധമില്ലാതെ നമ്മുടെ മക്കൾ നമ്മളെ വളർത്തുന്നു എന്നുള്ള സത്യം നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാ. നിങ്ങൾക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ 14 വയസ്സുള്ള മകന്റെ കാര്യത്തിൽ എനിക്ക് ആദ്യം പേടിയുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? അന്ന് എന്റെ മകൻ ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. എന്റെ മകനെ സ്വാധീനിക്കുന്ന ഈ സമൂഹത്തിലെ എന്റെ മകന്റെ മനഃശാസ്ത്രത്തെ, എന്റെ മകന്റെ ബുദ്ധി വളരുമ്പോ
ചിന്തകൾ വളരുമ്പോ അവനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് കൃത്യമായ അറിവ് എനിക്കില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് 14 വയസ്സുള്ള എന്റെ മകന്റെ ചിന്തകളെ കുറിച്ച് എനിക്ക് പേടിയുണ്ട് എന്ന്. കാരണം എനിക്ക് പഠിച്ചിട്ടുണ്ട്, എന്റെ ഭാര്യയ്ക്ക് പഠിച്ചിട്ടുണ്ട്. വളർത്തിക്കൊണ്ടുവന്ന അറിവില്ലാതെ സംഭവിച്ചതാ. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചിട്ട് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. കാരണം ഈ ഇരിക്കുന്ന 10, 12, 13 വയസ്സുള്ള കുട്ടികൾക്ക് അവർക്ക് നമ്മൾ കാണുന്ന ചില മാനസിക അസുഖങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. ചില മാനസിക അസുഖങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഈ അഫാൻ എന്ന 23-കാരൻ തിരുവനന്തപുരത്ത് തന്റെ കുടുംബത്തിലെ 6 പേരെ മാരകമായി ചുറ്റിയ കൊണ്ട് തലക്കടിച്ച് ഉമ്മയൊഴികെ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു. അപ്പോഴാണല്ലോ നമ്മുടെ നാട് കടന്നു തുറന്നത്, അല്ലെ? അല്ലെങ്കിൽ താമരശ്ശേരിയില് 21 വയസ്സുള്ള ആഷിഖ് എന്ന് പറയുന്ന ഒരു പയ്യൻ തന്റെ ഉമ്മയെ 8 വെട്ടി കൊലപ്പെടുത്തി. അപ്പോഴാണല്ലോ നമ്മൾ ലഹരിക്കെതിരെ തിരിഞ്ഞത്. ഒക്കെ നോമ്പിന് തൊട്ടുമുണ്ടായതാണ്. ആദ്യ ദിവസം ഉണ്ടായത് ഒന്ന്. അത് കഴിഞ്ഞ് 4 ദിവസം കൂടി കഴിഞ്ഞപ്പോ താമരശ്ശേരിയില് തിങ്കളാഴ്ച പരീക്ഷ എഴുതുന്ന SLC പരീക്ഷ എഴുതുന്ന ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഷഹബാസിന് തന്റെ കൂട്ടുകാർ ചേർന്നിട്ട് വെള്ളിയാഴ്ച അതിക്രൂരമായി തലക്ക് നഞ്ചക്ക് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. അപ്പോഴാണ് നമ്മൾ നാട് ഉണർന്നത്. ഞാൻ ചോദിക്കട്ടെ, ഷഹബാസിനെ കൊലപ്പെടുത്തി 5 പേരിൽ ഒരാൾ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. ആ 5 കുട്ടികളും ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല. പിന്നെന്താ മയക്കുമരുന്ന് ചർച്ചയാവുന്നത്? തിരുവനന്തപുരത്ത് 6 പേര് ചുറ്റിയ കൊണ്ട് തലക്കടിച്ച അഫാൻ 21-കാരൻ, അവന്റെ ബ്ലഡ് പരിശോധനയിൽ ഇന്ന് വരെ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ അഫാന്റെ കൊലപാതകം കേരളത്തിൽ ഇങ്ങനെ ഒരു മയക്കുമരുന്ന് ചർച്ചയിലേക്ക് വിട്ടത്? അഫാൻ മദ്യപിച്ചിരുന്നു ആഴ്ചകൾക്ക് മുമ്പ്. മദ്യത്തിന്റെ എഫക്ട് ഏതാണ്ട് മണിക്കൂറുകൾ ഉണ്ടാവുള്ളൂ. അഫാൻ മയക്കുമരുന്നിന് അഡിക്ഷൻ. ഇനി ആഷിഖ് എന്ന് പറയുന്ന 21-കാരൻ താമരശ്ശേരിയിൽ തന്റെ ഉമ്മയെ 8 വെട്ടി കൊലപ്പെടുത്തിയത് ശരിയാണ്. ആഷിഖ് മയക്കുമരുന്നിന് അഡിക്റ്റാണ്. ഒരു പക്ഷേ ആ കൊലപാതകം ചെയ്യുമ്പോൾ ആഷിഖ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതിന്റെ ആസക്തി കൊണ്ടുമാകാം, അതിന്റെ തീവ്രത കൊണ്ടുമാകാം. പക്ഷെ ഒരു കാര്യം നല്ല ബോധ്യമുണ്ട്, ആ കൊലപാതകം കഴിഞ്ഞിട്ട് 2 ദിവസങ്ങൾക്കിപ്പുറം മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാതെ നോർമലായിരിക്കെ ആഷിഖിനെ പിടികൂടി തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോ ആഷിഖ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിന്റെ പകരം തീർത്തു എന്നാണ്. ആ സമയത്ത് എന്തായാലും ആഷിഖ് മയക്കുമരുന്നിന്റെ അഡിക്റ്റിലല്ല. അവ മയക്കുമരുന്ന് മാത്രമാണോ നമ്മുടെ കുട്ടികളുടെ പ്രശ്നം? മയക്കുമരുന്ന് മാത്രമാണോ? അല്ല എന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ പറയുന്നു, അല്ല. മയക്കുമരുന്നല്ല പ്രശ്നം. പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ഇല്ലാതെയാക്കാതെ മയക്കുമരുന്ന് തടയാൻ നമുക്ക് പറ്റൂല. ഡിമാൻഡ് കൂടിയ സപ്ലൈ കൂടുമെന്നുള്ളൊരു എക്കണോമിക്സ് ഉണ്ട്. ഒരു സാധനം ആവശ്യപ്പെടുന്ന ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ വിതരണക്കാർ കൂടും. ഒരു സംശയമില്ല. ആവശ്യപ്പെടുന്ന മക്കളില്ലാതെയായി മാറണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിനെവിടെ നമുക്ക് പഴിച്ചത്? അതിന് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഞാൻ മനോഹരമായിട്ട് ഇതുപോലുള്ള കൊലപാതക കഥകൾ പറഞ്ഞാൽ നിങ്ങളൊന്ന് കേട്ടിരിക്കും. നല്ല രസമായിരിക്കും കേൾക്കാൻ. ക്ലാസ്സിൽ വെച്ചിട്ട് അങ്ങനെ പോകും. ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സിൽ പോകുമ്പോ എന്നോട് പലരും ചോദിക്കാറുണ്ട് പല ഭാഗത്തുനിന്നും, ഈ ബോധവൽക്കരണം കൊണ്ട് എന്റെ കൂട്ടുകാർ ചോദിക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇതിലുണ്ടാവും. ബോധവൽക്കരണം കൊണ്ട് എന്ത് കാര്യമുണ്ട്? അത് കേട്ട് അങ്ങനെ പോകുന്നു. എന്ത് ബോധവൽക്കരണം നടക്കുന്നത്? അതാണ് പ്രശ്നം. എന്ത് ബോധവൽക്കരണം? ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നറിയാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ സമൂഹത്തിലുണ്ടോ? മയക്കുമരുന്ന് ആരോഗ്യത്തിന് ഹാനികരമാണ്, ദോഷം ചെയ്യുമെന്ന് അറിയാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു ക്ലാസ്സിന് വിളിച്ചത് ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹത്തിന്റെ മകൻ റഹീം ഡോക്ടർ. അദ്ദേഹം മാലാപ്പറമ്പ് MES മെഡിക്കൽ കോളേജിലെ ICU വിഭാഗം HOD ഡോക്ടറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ക്ലാസ് വേണമെന്ന് പറഞ്ഞു. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രാവിലെ അവിടെ എത്തി 10 മണിക്ക്. അവിടെ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. അപ്പൊ കോളേജിലല്ലേ ഉണ്ടാവുള്ളൂ, ആർട്സ് കോളേജിൽ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണം. എവിടെ? MBS മാലാപ്പറമ്പ് MES മെഡിക്കൽ കോളേജിൽ ആ ക്ലാസ് എന്ന് പറഞ്ഞു. ഒരു നിമിഷം എനിക്ക് അന്താളിപ്പുണ്ടായി. കാരണം എന്തുകൊണ്ടാ? 500-ഓളം വരുന്ന MBBS പഠിക്കുന്ന, ഡോക്ടർ വിഭാഗം പഠിക്കുന്ന, വൈദ്യ വിഭാഗം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് പോയി പറഞ്ഞു കൊടുക്കാവുന്ന ക്ലാസിന്റെ ആകെ തുക എന്താ? ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഡോക്ടർക്ക് അറിയാൻ. പക്ഷെ അവിടെ പരിക്ക് പറ്റി കൊണ്ടുവരുന്ന, ആക്സിഡന്റ് കേസുകളിലൊക്കെ വരുന്ന രോഗികൾക്ക് വേദനാസംഹാരികളായിട്ട് അല്ലെങ്കിൽ സർജറിക്ക് വേദനാസംഹാരികളായിട്ട് കൊടുക്കുന്ന മയക്കുമരുന്നുകൾ, പെറ്റമിൻ പോലുള്ള മയക്കുമരുന്നുകൾ, അത് ഓപ്പറേഷൻ സമയത്ത് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ രോഗികൾക്ക് വേദനാസംഹാരികളായിട്ട് താൽക്കാലികമായിട്ട് കൊടുക്കുന്ന മയക്കുമരുന്നുകളാണ്. ആ മയക്കുമരുന്നുകൾ കൃത്യമായിട്ട് നമ്മുടെ ലെക്ചറിൽ രേഖപ്പെടുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ മയക്കുമരുന്ന് ലെക്ചറിൽ രേഖപ്പെടുത്താതെ
ഡോക്ടർ വിഭാഗം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പെറ്ററിൻ അഡിക്റ്റഡായ ഒരു ഡോക്ടറെ ഞാൻ പീഡിയാട്രിഷ്യന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അറിയാൻ പറ്റും, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഡോക്ടറുണ്ട്, ഇബ്നു സീന. ആരാ ഇബ്നു സീന? ഇബ്നു സീനയുടെ ചരിത്രം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാശ്ചാത്യ ലോകത്തെ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നും അവിസർജന എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമായിട്ട് ഇബ്നു സീനയെ കുറിച്ച് പഠിക്കുന്നു. റോമിലെ റോഡറിക് ചക്രവർത്തിക്ക് അസുഖം വന്നു. ആ അസുഖത്തിന് ചികിത്സ നേടി റോമൻ സൈന്യം ലോകം മുഴുവൻ പരതാൻ തുടങ്ങിയ ഒരു ഡോക്ടർ അന്വേഷിച്ച് ഒരു വൈദ്യരെ കാണാൻ എവിടെയും കിട്ടുന്നില്ല. രാജാവിന്റെ അസുഖം മാറ്റാൻ പറ്റിയ ഒരു ഡോക്ടർ അവർ കണ്ടെത്തിയില്ല. ഒടുവിൽ അവർ കേട്ടു, അറേബ്യയിൽ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്, ഇബ്നു സീന എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പക്കലില്ലാത്ത ചികിത്സയില്ല, മരുന്നില്ല. റോമ സാമ്രാജ്യത്തിന്റെ സൈന്യം അറേബ്യയിലെത്തി. ഇബ്നു സീനയെ കണ്ടിട്ട് പറഞ്ഞു, ഇബ്നു സീന, ഞങ്ങളുടെ രാജാവിന് അസുഖം വന്നിട്ടുണ്ട്, ലോകം മുഴുവൻ ഞങ്ങൾ കറങ്ങി, നല്ലൊരു ഡോക്ടറെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങളെ കുറിച്ച് കേട്ടതനുസരിച്ചാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. ഇബ്നു സീന പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. റോമ സാമ്രാജ്യം വരെ എന്റെ കൂടെ 40 ഒട്ടകങ്ങളെ പരിവാരങ്ങളായിട്ട് എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞു ഇബ്നു സീന. 40 ഒട്ടകങ്ങൾ എന്തിനാ? ഇബ്നു സീനയുടെ കുടുംബത്തെ കൊണ്ടുപോകാനല്ല, കൂട്ടുകാരെ കൊണ്ടുപോകാനല്ല, പരിവാരങ്ങളെ കൊണ്ടുപോകാനല്ല, ആഡംബര വസ്തുക്കൾ ചുമക്കാനല്ല. ഇബ്നു സീന പറഞ്ഞു, 40 ഒട്ടകങ്ങള് എന്റെ ശേഖരത്തിലുള്ള ആരോഗ്യശാസ്ത്ര പുസ്തകങ്ങൾ ചുമക്കാൻ, ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ആരോഗ്യശാസ്ത്ര പുസ്തകങ്ങൾ ചുമക്കാൻ 40 ഒട്ടകങ്ങൾ വേണമെന്ന്. അപ്പൊ ഇബ്നു സീന ആരാ? 40 ഒട്ടകങ്ങൾ ചുമക്കുന്ന അത്ര ആരോഗ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുമായിട്ട് ഇബ്നു സീന റോമിലേക്ക് പോയി. ചക്രവർത്തിയുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കി. അദ്ദേഹം മടങ്ങി വരുന്ന സമയത്ത് പട്ടാളം കൂടെ വന്നിട്ട് അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തു, ഒരു സ്വർണ്ണക്കിഴി. ഇബ്നു സീന അത് നിരസിച്ചു. എനിക്ക് പ്രതിഫലമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇബ്നു സീന മടങ്ങി പോകുക. പട്ടാളം കൂടെ വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും പ്രതിഫലം നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇബ്നു സീന അവരോട് പറഞ്ഞു, എന്തെങ്കിലും പ്രതിഫലം സ്വീകരിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വിടുമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എനിക്കൊരാവശ്യമുണ്ട്. നിങ്ങളുടെ കൊട്ടാര രാജധാനിയിലെ ലൈബ്രറിയിൽ ഞാൻ ഇതുവരെ വായിക്കാത്ത, എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത, ഞാൻ ഇതുവരെ വായിക്കാത്ത ഒരു ഗ്രന്ഥമുണ്ട്, ഒരു ആരോഗ്യശാസ്ത്ര പുസ്തകം. വെറും 20 പേജ് മാത്രമുള്ള ഒരു ആരോഗ്യശാസ്ത്ര പുസ്തകം. അതിന്റെ ഒരു പകർപ്പ് എനിക്ക് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആരോഗ്യശാസ്ത്രത്തിന് ഇബ്നു സീന കൊടുത്ത പ്രാധാന്യം എത്രയാണ്? കാരണം ഇത്രയും വലിയ സമ്മാനങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒന്നും വേണ്ട, എനിക്ക് 20 പേജിൽ ഒരു ആരോഗ്യശാസ്ത്ര പുസ്തകം മതി എന്ന് പറഞ്ഞു. അത്രയേറെ ആരോഗ്യശാസ്ത്രത്തിൽ ശ്രദ്ധ കൊടുത്തിരുന്നൊരു മഹാപണ്ഡിതൻ. അറേബ്യൻ ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർ എന്നറിയപ്പെട്ട ഇബ്നു സീന ഇന്നും പാശ്ചാത്യ ലോകത്ത് അവിസർജന എന്ന് പറഞ്ഞൊരു അധ്യായമായിട്ട് MBBS വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇബ്നു സീന, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഉപ്പമാരെ നിങ്ങൾ കേട്ടോ, തന്റെ 57ാമത്തെ വയസ്സിൽ ഇബ്നു സീന ഒപ്പിയം എന്നുള്ള കറുപ്പെന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് കഴിച്ച് അതിന്റെ ഓവർ ഡോസിൽ ഇബ്നു സീന മരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നു. അപ്പൊ നമ്മുടെ മക്കള് ഡോക്ടർ ആണെങ്കിൽ പിന്നെ സേഫ് ആണല്ലേ? ആര് പറഞ്ഞു? ഇതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇതാണ് അറിവിന്റെ കുറവ് നമ്മുടെ മക്കൾക്കില്ല. ഇവിടെ വന്നിട്ട് ലഹരി വസ്തുക്കളെ കുറിച്ച് പറയാനോ ആ ലഹരി വസ്തു ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് പറയാനോ വേണ്ടി വന്നതല്ല. പിന്നെന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കള് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കളെ ലഹരിയിലേക്ക് തിരിഞ്ഞു പോകുന്നത്? എല്ലാ സൗകര്യങ്ങളും കിട്ടി, എല്ലാ അസുഖങ്ങളും കിട്ടി, എല്ലാ നിലക്കും നിങ്ങൾ സ്നേഹിച്ച് വളർത്തുന്ന മക്കൾ എപ്പോഴാണ് ഇങ്ങനെ തിരിച്ചു കുത്തുന്നത്? ഞാൻ ഈ അഫാനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോകല്ലേ. അപ്പൊ അഫാന്റെ ഫേസ്ബുക്ക് പേജ് കുറച്ച് ദിവസങ്ങൾക്കൊന്നും പരന്നു നോക്കി. അപ്പൊ കഴിഞ്ഞ വർഷം അഫാൻ തന്റെ ഉമ്മയുടെയും കുഞ്ഞനിയന്റെയും കൂടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നതിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ, ഉപ്പാക്ക് വീഡിയോ കോൾ വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, എപ്പോഴാണ് പിന്നെ അഫാൻ ഇത്രയും വലിയ ഒരു ക്രൂരനായ മനുഷ്യനായി മാറിയത്? എന്താ അതിന്റെ കാരണങ്ങൾ? അത് നമ്മൾ പഠിക്കണ്ടേ? നമ്മുടെ അസുഖം എന്താണെന്ന് അറിയാതെ കുറെ ചികിത്സിക്കേണ്ട കാര്യമില്ല. അസുഖം എന്താണെന്ന് പറയാൻ വേണ്ടി വന്നത്. അപ്പൊ ഞാൻ ഇനി ഒരു അരമണിക്കൂറോടെ പറയും. ആ അരമണിക്കൂർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ലെങ്കിലും നിങ്ങൾ കേൾക്കണം. കാരണം സുഖമുള്ള കാര്യങ്ങൾ എനിക്ക് പറയുന്നത് ചരിത്രം പറഞ്ഞ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, നല്ല പ്രസംഗമാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി അരമണിക്കൂർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സുഖമില്ലെങ്കിലും നിങ്ങൾ കേൾക്കണം. പരമാവധി സുഖിപ്പിച്ച പല സിനിമകളുള്ള കാര്യം പറയാലോ. ആ രീതിയിലുള്ള നന്മയുള്ള സിനിമകളില്ല. നന്മയുടെ സിനിമകളിൽ എല്ലാം തിന്മം ഗരിതമാണ്. നമ്മുടെ മക്കൾ കാണുന്ന കഥ, പ്രതലം നന്നാക്കുന്നിടത്ത് നമുക്ക് പിഴച്ചു. പ്രതലം നന്നാക്കിയിട്ടില്ലെങ്കിൽ പാത്രം മറിയും. പാത്രം മറിഞ്ഞാൽ വെള്ളം പോകും. വെള്ളം കൊണ്ടു പോകുക ചെരിഞ്ഞു കിടക്കുന്നവർക്ക് പോകും. എന്താ ചെരിഞ്ഞു കിടക്കുന്നത് അറിയോ? ഈ എന്തൊക്കെ മൊബൈൽ ഫോണിന്റെ 2ാമത് 3ാമത് അസുഖത്ത് കൂടിയാൽ പറയാം. 3ാമത് അസുഖത്ത് നിങ്ങളുടെ മക്കളെ ഇപ്പൊ 6-7 വയസ്സ് അല്ലെങ്കിൽ
ഇപ്പൊ 3-4 വയസ്സുള്ള 2 തലമുറപ്പെട്ട കുട്ടികൾ, 2 തലമുറ 1 തലമുറ. ഇപ്പൊ 4 വയസ്സുള്ള കുട്ടി നിങ്ങൾ ആലോചിച്ചോ, അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടി, അതല്ലെങ്കിൽ ഇപ്പൊ അവരുടെ പ്രകടനം മാറും. പെട്ടെന്ന് ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കുട്ടികളുടെ പ്രബന്ധനയോ അവരെ ആർക്കും പെട്ടെന്ന് കബളിപ്പിക്കാൻ പറ്റും, ആർക്കും പെട്ടെന്ന് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി. ഇപ്പൊ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരേ സമയത്ത് പല രീതിയിലുള്ള റീൽസുകൾ, സെക്കൻഡുകൾ, 45 സെക്കൻഡുകൾ കൊണ്ട് ഒരു റീല് മാറുന്നു. അത് സന്തോഷമായിരിക്കും. അടുത്ത ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് വന്നു, ഞാൻ വിളിച്ചു കാണിച്ചാൽ ഒറ്റപ്പാലത്ത് അനങ്ങനടിയിലെ 23 വയസ്സുള്ള ഒരു സ്വാനിഹുണ്ട്. ചാനലുകളുടെ മുമ്പിലൊക്കെ വന്നു, നിങ്ങളെ വേണേ ഞാൻ കൊടുത്തു കാണിച്ചു തരാം. സ്വന്തം മുട്ടയെ കത്തിയെടുത്ത് കുത്തി അതിമാരകമായിട്ട് പരിക്കേൽപ്പിച്ചു. സ്വാലിഹിനെ ഞങ്ങൾ പിടികൂടി. സ്വാലിഹ് എന്താ ചെയ്യുന്നത്? മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ശരീരം അഡിക്റ്റായി മാറി. എങ്ങനെ അഡിക്റ്റായി മാറാം? മക്കളെ നിങ്ങൾ കേട്ടോ, പാർസൽ കൊടുക്കാനുള്ള നോമ്പ് തുറ കിറ്റുകളാണ്. ഫ്രൂട്ട്സ്, ജ്യൂസ് ഒക്കെ ഓരോ കിറ്റാക്കിയിരിക്കുകയാണ്. ഫ്രൂട്ട്സുകളുടെ എല്ലാം സെറ്റ് ചെയ്ത കിറ്റാണ്. നമ്മുടെ ശരീരത്തില് ശരീരം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു രാസവസ്തു ഇൻസുലിൻ പോലെ ശരീരം സങ്കടം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യും? ആനന്ദം തേടുന്ന വസ്തുക്കളിലേക്ക് പോകും. അത് ആനന്ദം കിട്ടുന്ന ആരെങ്കിലും സംസാരിക്കാണെങ്കിൽ അവരോട് എന്തെങ്കിലും വലിച്ചിട്ടാണ് ആനന്ദം കിട്ടുന്ന വലിക്കും, കുടിച്ചിട്ടാണെങ്കിൽ കുടിക്കും, നാട് വിട്ടുപോയിട്ട് ആനന്ദം തേടിക്കും. കാരണം അവരെന്ത് ചെയ്യണം? എല്ലാം കിട്ടി ശീലിച്ചവനെ നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ അവൻ ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോകും. അങ്ങനെയല്ല, ഉമ്മയല്ല. അതുകൊണ്ട് ശാസ്ത്രീയമായി പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോഴും കുട്ടികളെ സമ്മതിക്കുന്നില്ല. കാരണം ഉമ്മമാർ മുമ്പിൽ ഇരിക്കല്ലേ. അപ്പൊ ഞാൻ കുട്ടികളോട് തിരിച്ചൊരു ചോദ്യം, നിങ്ങളുടെയൊക്കെ മക്കളെ നിങ്ങളൊന്ന് അടുത്ത് വിളിച്ച് ചോദിക്കുക. കുട്ടികളോട് ഞാൻ ചോദിച്ച, മക്കളെ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നത്, ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്നത്, വഞ്ചിക്കുന്നത് ആരെയാണ് എന്ന് +1 അപ്പൊ അവരിങ്ങനെ മിണ്ടാതിരിക്കുക. അവരുടെയൊക്കെ മുഖത്ത് ചിരി വന്നു. അവര് പരസ്പരം നോക്കാൻ തുടങ്ങി. ആരാ അവർ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നത്? നിങ്ങളോടാണ്. അവരേറ്റവും കൂടുതൽ കബളിപ്പിക്കുന്നത് നിങ്ങളെയാണ്. പിന്നെ ഇങ്ങനെ അയാളെ തന്നെ കൂടുതൽ സ്നേഹിക്കുക എന്ന് പറയാം? രണ്ടും കൂടി ഒരാളാവില്ലല്ലോ. നമ്മുടെ മക്കള് നമ്മളെക്കാൾ നമ്മളെ മറന്നു പോകാനുള്ള കാരണം എന്താ? നമ്മളെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? അവരാണോ? ഞാൻ പറയും നമ്മളാണെന്ന്. എന്തുകൊണ്ടാ നമ്മളാണെന്ന് പറയാനുള്ള കാരണം എന്താ? നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടോ? ചോദിക്കുന്നതിന് മുഴുവൻ വാങ്ങി കൊടുക്കലല്ല സ്നേഹം. ചോദിക്കുന്നതിലും കൂടുതൽ പണം കൊടുക്കലല്ല സ്നേഹം. ചോദിക്കുന്നതിലും മുന്തിയ വാഹനം വാങ്ങി കൊടുക്കലല്ല സ്നേഹം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ 10-11 വയസ്സുള്ള കുട്ടിയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്ന എത്ര ഉമ്മമാർ ഈ കൂട്ടത്തിലുണ്ട്? ഒരു ഉമ്മ കൊടുക്കാൻ മാത്രം നിങ്ങളുടെ മക്കൾ അകന്നു പോയ 11 വയസ്സിൽ അകന്നു പോയ 12-13 വയസ്സുള്ള മകനെ ഒരു 18 വയസ്സ് വരെ ചേർത്ത് പിടിച്ച് 5 മിനിറ്റ് ആ മക്കളോട് സംസാരിക്കുന്ന എത്ര ഉപ്പമാർ ഈ കൂട്ടത്തിലുണ്ട്? ആരുമില്ല. തിരക്കാണ്. നിങ്ങളുടെ പണം അവർക്ക് ആവശ്യമില്ല, അത് അവരുണ്ടാക്കിക്കോളും. ഭക്ഷണം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ കഴിക്കും. അവർക്ക് ആവശ്യം ഒരു ഉപ്പയെയും ഉമ്മയെയും അളവ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഉപ്പയെയും ഉമ്മയെ 5 മിനിറ്റെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ മാറ്റിവെക്കേണ്ടത് നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി 10 മിനിറ്റ് സംസാരിക്കാൻ സമയമില്ലാത്തത്. ഒരു 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നിങ്ങളുടെ നോമ്പുതുറയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് നോമ്പറക്കാനുള്ള പാർസൽ ഐറ്റംസ് ആണ്. പറയുന്നുണ്ട്. തടിയുള്ള നിങ്ങളുടെ കുട്ടി ഇത് വലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തടി കുറഞ്ഞുകൊണ്ടിരിക്കും, ശോഷിച്ചുകൊണ്ടിരിക്കും. തടി കൂടുതലാണ്, തടി കൂടിക്കൊണ്ടിരിക്കും. വിശപ്പുണ്ടാവില്ല, ഭക്ഷണം വേണ്ടെന്ന് പറയും. രാത്രിയിലൊന്നും ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ പുറത്ത് കഴിച്ചെന്ന് പറയും. കണ്ണ് കുഴിഞ്ഞു പോകാൻ തുടങ്ങും, കവിളൊട്ടാൻ തുടങ്ങും, അവിടെ ഒരു മഞ്ഞളിപ്പുണ്ടാവും, വൃത്തി കുറയും. പിന്നെ ഇവരുടെ ബാഗോ മറ്റു ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും കാണാം. ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണിലൊട്ടിക്കുന്ന മരുന്ന്, കണ്ണിന് മഞ്ഞ നിറം മാറാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചെന്ന ഈ രീതിയിലുള്ള വസ്തുക്കൾ
സ്റ്റീലിന്റെ പേനയുടെ ഫ്രണ്ട് ഭാഗം, ആവശ്യമില്ലാത്ത ഗ്ലാസിന്റെ പൊട്ടുകൾ, അതല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ATM-കൾ, സിഗരറ്റ് കട്ട് ചെയ്ത് വെച്ചത്, ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ, അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ മക്കളുടെ മുറികളുടെ മറ്റോ കണ്ടാൽ ദേഷ്യപ്പെടല്ല. നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ദേഷ്യപ്പെട്ടതൊന്നും വാക്കിട്ടതൊന്നും നിങ്ങളുടെ മക്കൾ നിങ്ങൾ കൂട്ടൂല. 18-19 വരെ ആളുകൾ. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് തിരിച്ചറിയുക. മക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ അത് തിരിച്ചറിയും. എന്നിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോ, കൗൺസിലിംഗ് ഉണ്ട്, DID സെന്ററുകളുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യും, വളരെ മറ്റൊരാളും അറിയാതെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കും, അതിനുള്ള പരിഹാരം നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഴുവൻ കാര്യങ്ങളും പറയാൻ സമയം കിട്ടിയില്ല. 2 മണിക്കൂറെങ്കിലൊക്കെ സമയം ആവശ്യമാണ്. അപ്പൊ ഇത് 9 വരെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഇങ്ങനെ അസ്വാഭാവികമായ നമുക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു വന്ന ബഹുമാനപ്പെട്ട സാറിന് എല്ലാവിധ നന്ദികളും കടപ്പാടുകളും അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. സഹോദരിമാര് ശബ്ദമുണ്ടാക്കാതെ നമ്മുടെ മദ്രസന്റെ ഗേറ്റിലൂടെ പുറത്തേക്ക് ലൈനായി ഇറങ്ങി നമുക്ക് തുറക്കേണ്ട സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി കഴിഞ്ഞ റോഡ് മുറിച്ചു തുടങ്ങിട്ടോ. ജ്യൂസ് വെള്ളം എടുത്തിട്ടോ. ടൈമുണ്ടോ?
ഇന്നത്തെ നോമ്പർക്കലിന് ബീഫ് കുറുമക്കറിയും പൊറോട്ടയും പത്തിരിയാണ്. പത്തിരി, പൊറോട്ട, ബീഫ് കുറുമക്കറി ആണ്. വീഡിയോ അധികമായിട്ടോ പിന്നെ എന്താ പറയാ